സാറേ സാറേ ഞാൻ എത്ര വർഷമായി സാറേ സിനിമ എന്നും പറഞ്ഞ് പുറകെ നടക്കുന്നു സാറിൻ്റെ. സാറേ എനിക്കൊരു വേഷം സാറേ, ഞാനൊരു കുറേ ഒരു 10-20 ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നിനും ഡയലോഗില്ല സാറേ. ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സാറേ. ഒരു ചാൻസ്, ഒരു ഡയലോഗുള്ളൊരു സീനെങ്കിലും എനിക്കൊന്ന് തരാമോ സാറേ? ഞങ്ങളൊക്കെയും ഇതുപോലെ സിനിമയുടെ പുറകെ തെണ്ടി നടന്നിട്ടാണ് ഒരു ചാൻസ് കിട്ടിയത്. സാറ് ഒന്നുമില്ലെങ്കിലും നമ്മളൊരു സ്കൂളിൽ പഠിച്ചില്ലേ സാർ, എൻ്റെ സീനിയർ ആയിരുന്നല്ലോ. ആ ഒരു ധൈര്യത്തിൽ ഇത്രയും വർഷമായിട്ട് സാറിൻ്റെ പുറകെ നടക്കുന്നത്. സാറ് കാണാമെന്ന് പറയുന്നതല്ലാതെ ഇതുവരെയായിട്ട് ഒരു ചാൻസ് എനിക്കിങ്ങോട്ട് തന്നില്ല. തനിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ? എൻ്റെ പുറകെ മാത്രം നടന്നാലൊന്നും ഇങ്ങനെ ചാൻസ് കിട്ടത്തൊന്നുമില്ല. ശരിയാണ് സാറേ. സാറേ ഈ എത്രയോ നടന്മാരുണ്ട് സാറേ ഇതുകൂട്ട് തന്നെ. പലരും ചാൻസ് ചോദിച്ച് ഒരു പുതുമുഖത്തെ വെച്ച് ചെയ്ത് എത്രയോ ഹിറ്റായ സിനിമകളുണ്ട്. സിനിമ എന്നാൽ ഒരു ഞാണിമേൽ കളിയാണ്. സാറേ ഒരു വേഷം സാറേ, ഒരു പരിചയം വെച്ചുള്ള ഒരു ഇതെങ്കിലും വെച്ച് എനിക്കൊരു വേഷം എന്താ സാറേ? ഒത്തിരി വർഷമായി എൻ്റെ നല്ലൊരു ജോലി ഞാൻ കളഞ്ഞിട്ടാണ് ഈ സിനിമയ്ക്ക് പുറകെ നടക്കുന്നത്. നമ്മൾ ഇത്രയും വർഷമായിട്ടും ഒരു കല്യാണം പോലും കഴിക്കാഞ്ഞത്, ഒരു സിനിമ എന്നുള്ള ഭ്രാന്ത് ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞാൻ കല്യാണം പോലും കഴിക്കാഞ്ഞത്. സാറൊരു വേഷം ഇങ്ങനെ പ്ലീസ് സാറേ, ഞാൻ കാല് പിടിക്കും സാർ. എനിക്കൊരു ഒരു വേഷം, ഒരു ചെറിയൊരു ഡയലോഗുള്ളൊരു വേഷം തരണം സാറേ. സാറേ എന്നെ ഒന്ന് പരിഗണിക്കണം അപ്പോൾ സാറേ. ഞാൻ പലരോടും പറഞ്ഞു, ഞാൻ പല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടോ, ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. ചില സീനുകളിലൊക്കെ എൻ്റെ സീനുകളൊക്കെ വെട്ടിക്കളയും. എനിക്ക് ഡയലോഗുള്ള സീനൊക്കെ കിട്ടിയിട്ടുണ്ടോ, അതൊക്കെ സിനിമ തിയേറ്ററിൽ റിലീസാകുമ്പോൾ ആ ഒരു സീനേ ഇല്ല പടത്തില്ല. അങ്ങനെ നമ്മളൊരു ഒഴിവാക്കുന്ന പോലെ സാറിനോടുള്ള വിശ്വാസത്തില്ല സാറേ. സാറേ കാലുപിടി പ്ലീസ് സാറേ. സാറേ എനിക്കൊരു വേഷം. ഓക്കെ ആണല്ലോ, വേറെ ടേക്കൊന്നും എടുക്കണ്ടല്ലോ? ഓക്കെ അല്ലേ?